ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ വളരെ സങ്കടമുള്ള വീഡിയോ ആയിരുന്നു. എന്നാലും ആ ചേച്ചിയുടെ ഇവിടുത്തെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. നാളെ നാട്ടിൽ ബോഡി എത്തിക്കും. നാളെ ആയിരിക്കും ചടങ്ങുകളെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോടും പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആരോടും പങ്കുവയ്ക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ ഞാൻ പറയാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാനമായ കാര്യങ്ങൾ. 1, നമ്മുടെ വരുമാനം. നമുക്ക് എത്ര രൂപ വരുമാനമുണ്ട് പ്രതിമാസം, അല്ലെങ്കിൽ പ്രതിദിനം, അല്ലെങ്കിൽ പ്രതിവർഷം നമുക്ക് എത്ര രൂപ നമുക്ക് വരുമാനമുണ്ട് എന്നുള്ള കാര്യം വേറെ ഒരു വ്യക്തിയെയും അറിയിക്കാതിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാട് ഒന്ന് നോക്കിയാൽ കുറേ മനുഷ്യർ സാധാരണ പോലെ ജീവിക്കുന്നു. അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. പക്ഷേ എന്നാൽ അവർ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ നല്ലതായിരിക്കും. അത് അവരാരുമായിട്ടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കും. ഇനി വേറൊരു കൂട്ടരുണ്ട്, ഒരു ചെറിയ കാര്യമാണെങ്കിലും കൊട്ടി ഘോഷിച്ച് മൈക്ക് സെറ്റ് കൈ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ അതും കടം മേടിച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കും. ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ടേ, ഞങ്ങൾക്ക് അതുണ്ടേ, ഇതുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ വിജയിക്കപ്പെടുന്നത് നമ്മുടെ നാവാണ്, ഇത് നമ്മുടെ പ്രവൃത്തിയാണ്. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ വരുമാനം പറയുമ്പോഴത്തേക്കും ആ വരുമാനം നമുക്ക് കുറയുന്നതല്ല, അത് കൂടില്ല. അത് നമ്മൾ മനസ്സിരുത്തി ആലോചിക്കാൻ തയ്യാറായാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമ്മുടെ വരുമാനത്തെക്കുറിച്ച് പുറത്തൊരു വ്യക്തിയോടും പറയാതിരിക്കുക. ഇനി നമ്മളത് പറഞ്ഞാലും നമ്മൾ നമ്മളത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവും, മറ്റുള്ളവർ ഹാപ്പിയാവും. അയാൾക്ക് അത്ര ഉണ്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കും. ഒരിക്കലുമില്ല. നമുക്കിത്ര രൂപ വരുമാനമുണ്ടെന്ന് അറിയുമ്പോൾ അവിടെ അവൻ ഏങ്ങും. നമ്മൾ പറയും, അപ്പോൾ പോയതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയും കിട്ടിയില്ലേ എന്ന് കരുതും. അത് കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ നന്നാകണമെന്ന് ഈ ലോകത്ത് വേറൊരു വ്യക്തി ആഗ്രഹിക്കില്ല. അതറിയാൻ മനസ്സിലാക്കുക. എനിക്ക് ഉയർച്ച ഉണ്ടാവണം, എനിക്ക് വളർച്ച ഉണ്ടാവണം, എനിക്ക് നല്ലതാവണം, എനിക്ക് എൻ്റെ ജീവിത രീതി മെച്ചപ്പെടണം, എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം എന്ന് ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന വ്യക്തി ഞാൻ മാത്രമാണ്. ആ ഒരു തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. 2, നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയോടും പറയാതിരിക്കുക. ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്കും അറിയാം, ഞാൻ ഒരിക്കലും പുറത്തുള്ളൊരു കണ്ടൻ്റ് അടുത്ത് ഒരിക്കലും വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സഹായം കൊണ്ടും എൻ്റെ എഫേർട്ട് കൊണ്ടും പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ഒരു സുമനസ് കൊണ്ട് ഈ നിമിഷം വരെ നമുക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് വരാൻ വന്നിട്ടില്ല. അതിലൊക്കെ നന്ദിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ കണ്ടൻ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഒരിക്കലും ഒരു വ്യക്തിയോട് പറയരുത്. ഞാനിപ്പം അത് കുറച്ച് ദിവസം കൊണ്ട് ഞാനൊന്ന് ആലോചിക്കുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അടുത്തൊരു വ്യക്തിയോട് പറയുമ്പോൾ പോലും അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ അത് ചെയ്യാൻ പോവുകയാണോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ഇനി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, 2ാമത്തെ കാര്യം, നമ്മുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയോട് പറയരുത്. കാരണം നമ്മൾ നന്നാകണമെന്ന് നമ്മൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല നമ്മൾ നന്നാകണമെന്ന്. നമ്മളെന്നും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും നമ്മൾ മോശമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ സംസാരമൊക്കെ കണ്ട് നമുക്ക് തോന്നും നമ്മളോട് അവർക്ക് സ്നേഹമാണ്, എന്തൊക്കെയാണ്. പക്ഷെ ഒന്നുമില്ല. 3ാമത്തെ കാര്യം, ഒരിക്കലും നമ്മുടെ ബിഗ് പ്ലാൻ നമ്മൾ ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പം ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു പക്ഷേ ഒരു വീട് വെക്കുന്നതായിരിക്കാം, മക്കളുടെ വിവാഹമായിരിക്കാം, മക്കളുടെ പഠനമായിരിക്കാം, അല്ലെങ്കിൽ വേറെ നാട്ടിലെന്തെങ്കിലും ഒരു ബിസിനസ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നമ്മുടെ ബിഗ് പ്ലാൻ എന്താണെന്ന് ഒരു വ്യക്തിയോടും പറയരുത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം അവരറിയാൻ, നമ്മൾ പറയാതെ വേണം അവരറിയാൻ. കാരണം എന്ന് പറഞ്ഞാൽ അതിലും നമുക്കൊരുപാട് ശത്രുത കൂടാൻ, അല്ലെങ്കിൽ ശത്രുത മറ്റുള്ളവരിൽ നമ്മളോട് വളർത്താൻ നമ്മൾ തന്നെ കാരണമായി കൊടുക്കുകയാണെങ്കിൽ അതും ചെയ്യാതിരിക്കുക. നമ്മുടെ ബിഗ് പ്ലാൻ എന്താണെന്ന് ആരോടും പറയാതിരിക്കുക. പിന്നെ നമ്മുടെ ഫാമിലിയോട് നമ്മൾ എത്ര അറ്റാച്ച്ഡ് ആണ്, ഇനി നമുക്കാരോടെങ്കിലും ഒരു സ്നേഹമോ
അഫക്ഷനോ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ കാണുന്ന മുഖങ്ങളെല്ലാം പൊയ് മുഖങ്ങളാണ് നമുക്ക് ചുറ്റിനുമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട സ്നേഹബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഒക്കെ നമ്മൾ മാത്രം ഒതുക്കുക. അത് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമൊന്നും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ഒരിക്കലും ഒരാളുമായിട്ടും പങ്കുവെക്കരുത്. കാരണം നമ്മൾ എന്താ പറയുക, വാ പോയ കൊടാലി കണക്ക് നമ്മളിങ്ങനെ പറയും, ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറയും. നമ്മുടെ കൂടെ ഇരുന്ന് നോക്കിയ തല കുലുക്കി കേൾക്കും. എന്നിട്ട് പുറത്ത് പോയി ചെന്ന് പറയുന്ന കമൻറ്റുകൾ കേട്ടാൽ എൻ്റെ ഫ്രണ്ട് പോയി സൂയിസൈഡ് ചെയ്യാൻ തോന്നും. ഞാൻ തന്നെയാണല്ലോ ദൈവമേ ഇതിന് വളം വെച്ച് കൊടുത്തേക്ക് നമ്മളൊന്ന് ചിന്തിക്കും. നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് കേൾക്കുന്ന വ്യക്തി ഒരിക്കലും നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട്, നമ്മൾ കടന്നുപോയ സാഹചര്യം, നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ, നമ്മൾ ആ സമയം ഫേസ് ചെയ്ത ആ ഒരു പ്രോബ്ലത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ ഈ ലോകത്തിൽ നമുക്ക് മാത്രമേ മനസ്സിലാവും. പിന്നെ നമ്മൾ എന്തിനാ വേറൊരു വ്യക്തിയോട് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ കടന്നു പോയ കാര്യങ്ങൾ. സോ ഞാനിപ്പം എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ ആരോടുമായിട്ടും ഒന്നും എക്സ്പോസ് ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു അനാവശ്യ ഫോൺ കോൾസോ ഒരു കാര്യങ്ങളും ഇൻ കേസ് എനിക്ക് വരുന്ന ഇൻകമിങ് ആണെങ്കിൽ കോളാണെങ്കിലും ഔട്ട് ഗോയിങ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യമുള്ളതാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തത് ഞാൻ അറ്റൻഡ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് മുമ്പോട്ട് പോകണം. അതിന് നമ്മളൊരു വ്യക്തിയോട് പറഞ്ഞു എന്ന് കരുതിയിട്ടോ ഒരു വ്യക്തിയോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു എന്ന് കരുതിയിട്ടോ ഒന്നും പരിഹരിക്കപ്പെടണമെങ്കിൽ ഞാൻ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. എൻ്റെ ഫാമിലിയെ ഞാൻ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. എൻ്റെ മക്കളെ ഞാൻ തന്നെ എന്താ പറയുക അവരുടെ കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഓക്കെ, ഈവൻ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളാകുന്ന ഫാമിലിയിൽ ഞങ്ങളറിയേണ്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഒരിക്കലും എക്സ്പോസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകം ആരോടും പറയാതിരിക്കുക. നമ്പർ 1, ഒരിക്കലും പറയരുത് നമ്മുടെ സാലറി എത്രത്തോളമാണ്. കൃത്യമായ കണക്ക് ഒരിക്കലും ഒരു വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് ഒരു വ്യക്തിയോടും പറയാതിരിക്കുക. പിന്നെ നമ്മുടെ ബിഗ് പ്ലാൻ എന്താണെന്ന് ആരോടും പറയാതിരിക്കുക. പിന്നെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഇഷ്ടങ്ങളുണ്ടാകും, പ്രണയങ്ങളുണ്ടാകും, പ്രണയവിരഹങ്ങളുണ്ടാകും. അതാരുടെ മുമ്പിലും പറയാതിരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ആരുടെ മുമ്പിലും റിവീൽ ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ടാകും. മറ്റുള്ളവരോട് പറഞ്ഞ് ഒരാശ്വാസം കിട്ടും, ഒരു സമാധാനം കിട്ടും എന്നൊക്കെ കരുതിയിട്ടായിരിക്കും നമ്മളോട് പറയുന്നത്. പക്ഷേ ആശ്വാസം പോയിട്ട് നമുക്ക് കുറ്റപ്പെടുത്തലുകളും പരിഹാസവും ഒക്കെ അല്ലാതെ നമുക്കൊന്നും തിരിച്ചു കിട്ടത്തില്ല. വേദനയുടെ പുറത്ത് വീണ്ടും വേദന നമ്മൾ തന്നെ സ്വന്തമായിട്ട് സൃഷ്ടിക്കുകയായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളാണ് ഇതൊക്കെ. ചില കാര്യങ്ങളിൽ നമ്മളെ മാത്രം ഒതുക്കുക, ആരോടും പറയാതിരിക്കുക. അതായിരിക്കും നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ടും സുഗമമായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ ഏക വഴി അത് തന്നെയായിരിക്കും. നമ്മുടെ ശരീരത്തിന് അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ മൈൻഡിന് പ്രോബ്ലം വന്നാൽ നമ്മൾ തമ്മിലൂടെ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. കാരണം പ്രശ്നങ്ങൾ നമ്മളിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.